ഭീഷണി വരുന്നത് മാധ്യമങ്ങളിൽ നിന്നല്ല, ഭീഷണി വരുന്നത് വിദേശ ശക്തികളിൽ നിന്നാണ്. അതുപോലെ തീവ്രവാദ ശക്തികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൽ താവളമാക്കി മാറ്റാൻ പോവുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ഒരു പുതിയ ഇസ്ലാമിക് സ്റ്റേറ്റ് വരികയാണ്. ജനുവരി 8 കർമ്മ ന്യൂസ് നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില പരാതികളും മെയിലുകളും ലഭിക്കുകയുണ്ടായി. ഒന്നും കാണാതെ തലൈവർ ലക്ഷദ്വീപിൽ പോകില്ല, ലക്ഷ്യം ലക്ഷദ്വീപ് വികസനം എന്നായിരുന്നു ആ ബുള്ളറ്റിന്റെ തലക്കെട്ട്. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വെറുതെ അല്ല എന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ കളി നടക്കില്ല എന്നും വീഡിയോ വിവരണത്തിൽ കൊടുത്തിരുന്നു. ഈ വീഡിയോ ചൂണ്ടിക്കാട്ടി കർമ്മ ന്യൂസ് ലക്ഷദ്വീപുകാരെ അപമാനിച്ചു എന്നായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച കത്തുകൾ. ആദ്യമായി തന്നെ പറയാം, ലക്ഷദ്വീപ് എന്ന ഇന്ത്യയുടെ മനോഹരമായ ഭൂമിയിലെ പൂക്കളാണ് അവിടുത്തെ ഇന്ത്യൻ പൗരന്മാർ. അവരെ ബഹുമാനിക്കുന്നു. ഇനി അവരെ ഞങ്ങളുടെ വാർത്തയിൽ വേദനിപ്പിച്ചു എന്ന് അവർക്കാർക്കെങ്കിലും തോന്നിയെങ്കിൽ ആദ്യമേ ഖേദം പ്രകടിപ്പിക്കട്ടെ. കർമ്മ ന്യൂസ് നൽകുന്ന ഓരോ വാർത്തയ്ക്കും വ്യക്തമായ കാരണവും രേഖകളുമുണ്ട്. അതിനാൽ തന്നെയാണ് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ശത്രുക്കൾ നടത്തുന്ന ഒരു നിയമ നടപടി പോലും വിജയിക്കാതെ പോകുന്നത്. ലക്ഷദ്വീപിനെ കുറിച്ച് കർമ്മ ന്യൂസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് വെറുതെയല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ 2047 പദ്ധതിയിൽ 1ാം റാങ്ക് ലക്ഷദ്വീപിന്. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുള്ള PFI ഇടപെടൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ കർമ്മ ന്യൂസ് ഉറച്ചു നിൽക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ മുഖ്യ കാരണം. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ രേഖയാണ്. ഇവരുടെ ലക്ഷ്യത്തിൽ ഇന്ത്യയിൽ എടുത്തു പറയുന്ന ലക്ഷ്യങ്ങളിൽ ലക്ഷദ്വീപ് ഉണ്ട്. ഇത് വിളിച്ചു പറയുന്നത് എങ്ങനെ ലക്ഷദ്വീപുകാരെ അപമാനിക്കലാകും? ഇത്തരം വിളിച്ചു പറയലുകൾ ഇനിയും കർമ്മ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ലക്ഷദ്വീപിനും അവിടുത്തെ നല്ല ജനങ്ങൾക്കും വേണ്ടിയാണ്. ലക്ഷദ്വീപ് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്കുള്ള ആയുധ മയക്കുമരുന്ന് കടത്തിനുള്ള ഹബ്ബായും ലക്ഷദ്വീപ് മാറിയിരുന്നു. ലക്ഷദ്വീപിൽ വികസനം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആയുധ മയക്കുമരുന്ന് മാഫിയ തടയാൻ ശ്രമിച്ചതും ഇത് കാരണമാണ്. ലക്ഷദ്വീപിനെ മയക്കുമരുന്നുകാർ ലക്ഷ്യമിടുന്നുവെന്നും ആയുധക്കടത്തിന്റെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കുന്നുവെന്നും പറയാൻ കാരണമുണ്ട്. കർമ്മ വെറുതെ പറയില്ല. ഈ വാർത്ത ഇത് ഇന്ത്യ ടുഡേയുടേതാണ്. 2022 മെയ് 21 റിപ്പോർട്ട്. അതിൽ പറയുന്നത് ഇങ്ങനെ: ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്ത ഓപ്പറേഷനിൽ ലക്ഷദ്വീപ് ദ്വീപുകളുടെ തീരത്ത് 2 ഇന്ത്യൻ കപ്പലുകൾ തടഞ്ഞു. കപ്പലുകളിൽ നിന്ന് 218 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തു. 2 ബോട്ടുകളിലും ഒളിപ്പിച്ചുവെച്ച ഹെറോയിൻ ഉൾക്കടലിൽ വെച്ച് വൻതോതിൽ ലഭിച്ചതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. 2 ബോട്ടുകളുടെയും അകമ്പടിയോടെ കൊച്ചിയിൽ എത്തിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ 218 പാക്കറ്റ് ഹൈഗ്രേഡ് ഹെറോയിൻ കണ്ടെടുത്തു. ഇതിന്റെ അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 1526 കോടി രൂപ വില വരും. ലക്ഷദ്വീപ് തീരം മയക്കുമരുന്നിന്റെ ഹബ്ബാകും എന്ന് പറയാൻ ഇനിയുമുണ്ട് കാരണം. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ 2021 മെയ് മാസം റിപ്പോർട്ട് ചെയ്തത്. മിനിക്കോയ് ദ്വീപിന് സമീപം അറബിക്കടലിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങളും മയക്കുമരുന്നുകളുമായി ശ്രീലങ്കൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 300 കിലോ ഹെറോയിനും 5 AK-47 തോക്കുകളും 1000 ലൈവ് റൌണ്ടുകളും സഹിതം രവി ഹൻസി എന്ന ബോട്ട് മാർച്ച് 18 പിടികൂടി. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപ് തീരത്താണ് ഇത്. ഇനി ഇത് നോക്കുക. ഇത് ലക്ഷദ്വീപിൽ നിന്നുള്ള വാർത്തയാണ്. ദി ഐലൻഡ് ഓൺലൈൻ. ശ്രീലങ്കൻ കപ്പലിൽ നിന്ന് AK-47 തോക്കുകളും വെടിക്കോപ്പുകളും 3000 കോടി രൂപയുടെ ഹെറോയിനും പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം NIA ഏറ്റെടുത്തു. മിൻകോയ് ദ്വീപ് തീരത്ത് നിന്നും NIA പിടിച്ചെടുത്ത കസ്റ്റഡിയിലെടുത്ത മയക്കുമരുന്നും ആയുധങ്ങളുമാണ് ഈ വാർത്തയിൽ പറയുന്നത്. അത് ഇങ്ങനെ: ശ്രീലങ്കൻ കപ്പലിൽ നിന്ന് AK-47 തോക്കുകളും വെടിക്കോപ്പുകളും 3000 കോടി രൂപയുടെ ഹെറോയിനും പിടിച്ചെടുത്ത സംഭവത്തിൽ അന്വേഷണം NIA ഏറ്റെടുത്തു. റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത് സംബന്ധിച്ച് ഏജൻസി അന്വേഷിക്കുമെന്നും ഹെറോയിൻ പിടിച്ചെടുത്തത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB അന്വേഷിക്കുമെന്നും NIA വൃത്തങ്ങൾ അറിയിച്ചു. ബോട്ടിൽ നിന്ന് 301 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തതിനു ശേഷം രവി ഹൻസി NCB അന്വേഷണം ആരംഭിച്ചിരുന്നു. ബോട്ടിൽ നിന്ന് 5 AK-47 തോക്കുകളും 1009 mm ബുള്ളറ്റുകളും കണ്ടെടുത്തത് സംബന്ധിച്ച് അവർ പിന്നീട് സംസ്ഥാന പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 5 വിഴിഞ്ഞം സ്റ്റേഷനിൽ കേരള പോലീസ് FIR ഫയൽ ചെയ്തു. കേസ് അന്താരാഷ്ട്ര തലത്തിൽ പരത്തുന്നതും ഗൌരവമുള്ളതായ കേസായതിനാൽ അന്വേഷണം NIA ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതൊന്നും കർമ്മ ന്യൂസ് വാർത്തയല്ല. ലക്ഷദ്വീപ് തീരങ്ങളിലൂടെ പോകുന്ന ബോട്ടുകളിൽ നിന്നും കപ്പലുകളിൽ നിന്നും പിടിച്ചെടുത്ത മയക്കുമരുന്ന്, ആയുധങ്ങൾ, ഇവയുടെ വിവരങ്ങളാണ് ഇതെല്ലാം. ഇനി നിങ്ങൾ പറയൂ, കർമ്മ ന്യൂസ് ലക്ഷദ്വീപിനെ മയക്കുമരുന്ന് ആയുധ മാഫിയ ലക്ഷ്യമിടുന്നു എന്ന വാർത്ത
തെറ്റോ ശരിയോ? ഇതേ റിപ്പോർട്ട് ചിത്രങ്ങളടക്കം കാശ്മീരിൽ നിന്നും ഇറക്കുന്ന ദി കാശ്മീർ വാലി എന്ന പത്രവും നൽകിയിട്ടുണ്ട്. ഇനി മെയ് 25-ന് BJP കേരളത്തിലും ചേർത്തല പേജിലും അവർ കൊടുത്ത വിവരങ്ങൾ നോക്കുക. അത് ഇങ്ങനെ. BJP കേരളത്തിലെ പേരിൽ നൽകിയ പോസ്റ്റിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെ. ഈ മാസം ആദ്യം ശ്രീലങ്കൻ ബോട്ടിൽ നിന്ന് ഹെറോയിനും ഹാഷിഷും പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ മിനിക്കോയ് ദ്വീപിന് സമീപം അറബിക്കടലിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങളും മയക്കുമരുന്നുകളുമായി മറ്റൊരു ശ്രീലങ്കൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 300 കിലോ ഹെറോയിനും 5 AK-47 തോക്കുകളും 1000 ലൈവ് റൌണ്ടുകളും സഹിതം രവിഹൻസി എന്ന ബോട്ട് മാർച്ച് 18-ന് പിടികൂടി. ഇതെല്ലാം രേഖകളാണ്. എന്നാൽ ലക്ഷദ്വീപുകാർ മയക്കുമരുന്ന് കച്ചവടക്കാർ എന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എന്നും ഒരിടത്തും കർമ്മ ന്യൂസ് പറഞ്ഞിട്ടില്ല. കണ്ട അലവലാദികളും തീവ്രവാദികളും മയക്കുമരുന്ന് കടത്താൻ ലക്ഷദ്വീപ് തീരം ഉപയോഗിക്കുന്നത് പിടികൂടിയത് പുരമുകളിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊരിക്കലും ലക്ഷദ്വീപുകാർക്കെതിരല്ല. ലക്ഷദ്വീപുകാരുടെ ശാന്തമായ ഭാവിക്കും സുരക്ഷിതത്വത്തിനും രാജ്യ നന്മയ്ക്കും മയക്കുമരുന്ന് ആയുധക്കടത്തിനും എതിരെയാണ് കർമ്മ ന്യൂസ് നൽകിയ വാർത്ത. ലക്ഷദ്വീപിൽ വിദേശ ശക്തികൾ ലക്ഷ്യമിടുന്നു എന്നും IS-ഉം ഇസ്ലാമിക ഭീകരവാദികളും കണ്ണുവെക്കുന്നു എന്നും കർമ്മ ന്യൂസ് പറഞ്ഞതും വെറുതെയല്ല. അതിനുമുണ്ട് ആധികാരികമായ തെളിവുകൾ. ഇത് ഡോക്ടർ CV ആനന്ദബോസ് ലക്ഷദ്വീപിലെ ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കുക. ഇത് വെളിപ്പെടുത്തുമ്പോൾ ഡോക്ടർ CV ആനന്ദബോസ് ഗവർണർ ആകുന്നതിനു മുൻപ് പ്രധാനമന്ത്രിയുടെ നയരൂപീകരണത്തിനും ദേശീയ തൊഴിലാളി ഏകാംഗ കമ്മീഷനുമായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു ആനന്ദബോസ് ഇത് ഞങ്ങളുമായി പങ്കുവച്ചത്. ചരിത്രത്തിൽ ഒരു തെളിവായി കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സൊമാലിയയിലെ ജിബൂട്ടിയിൽ ചൈന ഒരു നേവൽ ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, അന്തർദേശീയ ഷിപ്പിംഗ് ചാനലാണ് ഈ ലക്ഷദ്വീപിനടുത്തൂടെ കടന്നു പോകും. ഒരു ദിവസം 100,000-ലധികം കപ്പലുകൾ പോകുന്ന സ്ഥലമാണ്. ചൈന അവിടെ ഒരു ബേസ് തുടങ്ങുന്നത് വെറുതെയല്ല. ഇന്ത്യ അവരുടെ ഒരു ടാർഗറ്റാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷദ്വീപിൽ വളരെ ശക്തമായ ഒരു നേവൽ ബേസ് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ചൈനയുടെ കപ്പലുകൾക്ക്, നേവൽ ഷിപ്പുകൾക്ക്, നാവിക കപ്പലുകൾക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണെന്ന് അറിയാം. കപ്പലുകളുടെ ദൗത്യം എന്താണ്? അങ്ങനെ ദൗത്യവുമായി വരുന്ന ചൈനീസ് കപ്പലുകളെ ഇടയ്ക്കൊന്ന് തടഞ്ഞു നിർത്തി, എന്തേ ഈ വഴി, പതിവില്ലാതെ വന്നത് എന്തിന് എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി ചായ കൊടുത്ത് ആ കപ്പലിനകത്ത് കയറി അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ ഉള്ളൊരു സംവിധാനം ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭീഷണി വരുന്നത് മാധ്യമങ്ങളിൽ നിന്നല്ല, ഭീഷണി വരുന്നത് വിദേശ ശക്തികളിൽ നിന്നാണ്. അതുപോലെ തീവ്രവാദ ശക്തികൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൽ താവളമാക്കി മാറ്റാൻ പോവുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ഒരു പുതിയ ഇസ്ലാമിക് സ്റ്റേറ്റ് വരികയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ട് മുൻകരുതൽ എടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിന്റെ വിമർശനങ്ങളൊന്നും രാജ്യസുരക്ഷയ്ക്കെതിരല്ല. പക്ഷെ രാജ്യസുരക്ഷയ്ക്കെതിരായി നിൽക്കുന്ന വിദേശ ശക്തികളുടെ സംയുക്തമായ ആക്രമണത്തെ ചേർത്ത് നിൽക്കാനുള്ള എല്ലാ നടപടികളും എടുക്കുന്നു. അത് മാത്രമാണ് ആ രംഗത്ത് ലക്ഷദ്വീപിൽ നടക്കുന്നത്. തീവ്രവാദ ശക്തികൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ഒരു താവളമാക്കി ലക്ഷദ്വീപിനെ മാറ്റാൻ പോകുന്നു. ഡോക്ടർ CV ആനന്ദബോസ് പറയുന്നത് വെറുതെ അല്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വ്യക്തമായ കാരണങ്ങളിൽ ഒന്നായിരുന്നു ലക്ഷദ്വീപിലെ ഇടപെടലും പദ്ധതികളും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുമ്പോൾ, IS-നെ എതിർക്കുമ്പോൾ, മയക്കുമരുന്ന് ആയുധ കുറ്റത്തിന്റെ തെളിവുകൾ പറയുമ്പോൾ അതിലെന്തിന് ലക്ഷദ്വീപിലെ ചില മേലാളന്മാർക്ക് ആധികായിരുന്നു? ഒരു ലക്ഷദ്വീപുകാർ പോലും ഇന്നുവരെ ഇത്തരം കാര്യങ്ങൾക്ക് പോയിട്ടില്ല. അതിനാൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ, IS-നെ, മയക്കുമരുന്നുകാരെ, ആയുധക്കടത്തുകാരെ വിളിച്ചു പറഞ്ഞ് ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ കർമ്മ ന്യൂസിന് ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നും പറയട്ടെ. ഇപ്പോൾ ലക്ഷദ്വീപിൽ കർമ്മയെ വിമർശിക്കുന്നവർ ഇന്ത്യ ലക്ഷദ്വീപിൽ കോവിഡ് ബയോവെപ്പൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിനെ എതിർത്തില്ല. ഒരു രാജ്യം അവരുടെ ജനങ്ങൾക്കെതിരെ ബയോവെപ്പൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലക്ഷദ്വീപിലെ കോയമാർ പിത്തലാട്ടം നടത്തിയില്ല. ബയോവെപ്പൺ ലോകരാജ്യം പോലും നിരോധിച്ചതാണ്. യുദ്ധത്തിൽ പോലും പാടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യ ലക്ഷദ്വീപിൽ ബയോവെപ്പൺ ഉപയോഗിച്ചു എന്ന് ആയിഷ സുൽത്താന പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയും ലക്ഷദ്വീപും രണ്ടാണോ എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അതിനെ എതിർത്തു. ഒരു രാജ്യത്ത് നിന്ന് അതിന്റെ ഒരു ഭാഗമായ കേരളം, സേവ് കേരളം എന്ന് രാജ്യത്തെ നോക്കി പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യ ശരീരത്തിൽ നിന്നുമുള്ള മോചനമാണ് ലക്ഷ്യം. അതിനാൽ തന്നെ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വന്ന പിത്തലാട്ടക്കാർ എവിടെ പോയിരുന്നു? അതിനാൽ അടിവരയിട്ട് പറയട്ടെ, ലക്ഷദ്വീപുകാർ നല്ല അന്തസ്സും അഭിമാനവുമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത ഇന്ത്യൻ പൗരന്മാരാണ്. എന്നാൽ അവർക്ക് ചുറ്റുമുള്ളത് മയക്കുമരുന്ന് കടത്തുകാരും ആയുധക്കടത്തുകാരും ബയോവെപ്പൺകാരും സേവ് ലക്ഷദ്വീപുകാരും ഒക്കെയാണ്. അടിവരയിട്ട് വീണ്ടും ആവർത്തിക്കുന്നു. ഒന്നും കാണാതെ തലൈവർ ലക്ഷദ്വീപിൽ പോകില്ല. ലക്ഷ്യം വികസനമാണ്. മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് വെറുതെയല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ കളി നടക്കില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.